എല്ലാവരും ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണല്ലോ നമ്മൾ AI ആശ്രയിക്കുന്നത്. ആവശ്യം വരുന്നതനുസരിച്ചിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ആദ്യം ഒരു ടൂള് പരിചയപ്പെടുത്താം. ഇമറേന എന്ന് പറയുന്ന ഒരു ടൂളാണ്. RENAI. നമ്മൾ അതിന്റെ സൈറ്റിൽ പോകുമ്പോൾ അത് കാണും. RENAI. ഓക്കെ. RENAI മാത്രമേ ഉള്ളൂ സർ? അരീന എല്ലാം അരീന എല്ലാം ആദ്യം ലാർജ് മോഡൽ എന്നുള്ള എല്ലാം arena.ai ARENA.ai. ഓക്കെ, അരീന ആ എല്ലാം എന്നുള്ളത് ആദ്യം വേണം. എല്ലാം എല്ലാം അരീന എല്ലാം അരീന എല്ലാം അരീന. ഓക്കെ, അപ്പോ നമുക്ക് നിങ്ങളിപ്പോ ഈ പല ടൂളുകൾ ഓരോന്നായിട്ട് പെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അതിന്റെ പെയ്ഡ് വെർഷനുകൾ പലതും വലിയ പൈസ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാം അരീന എന്ന് പറയുന്നത് ChatGPT-4, അതുപോലെ തന്നെ ജെമിനിയുടെ പ്രൊഫഷണൽ വെർഷൻ, അതുപോലെ എല്ലാ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന സംവിധാനങ്ങൾക്കെല്ലാം ഒരു അഡ്വാൻസ് വെർഷനും കൂടെ ഉണ്ടാവും. അത് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അഡ്വാൻസ് വെർഷൻ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ എല്ലാം അരീന. ഈ എല്ലാം അരീനയെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തൊരു കാര്യം ജനറേറ്റ് ചെയ്യുമ്പോൾ 2 AI-കളിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ജെമിനിന്ന് ജനറേറ്റ് ചെയ്യും, ഡീപ് സീക്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോപൈലറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യും, ക്ലൗഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും 2 AI ടൂളുകളിൽ നിന്ന് 2 റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഈ രണ്ടെണ്ണം നമ്മൾ നോക്കിയിട്ട് ഏതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനകരമായത്, അല്ലെങ്കിൽ കൂടുതൽ മികച്ചത് ഏതാണ് എന്ന് നോക്കി നമ്മളൊരു വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഏത് ടൂളിൽ നിന്നാണ് ഈ രണ്ട് പാനലും വന്നത്, ഏത് ടൂൾ ആണെന്ന് കാണാൻ പറ്റുള്ളൂ. വോട്ട് ചെയ്താലേ പറ്റുമല്ലോ. കാര്യം ജനറേറ്റ് ചെയ്ത് തരും, പക്ഷെ ഏത് ടൂൾ ആണെന്ന് നമ്മൾ അറിയണമെങ്കിൽ വോട്ട് ചെയ്യണം. അപ്പൊ നിരുപദ്രവകരമായ ഒരു സാധനം, ചുമ്മാ ഒരു വോട്ട് ചെയ്താ മതി, നമുക്ക് കാര്യം കിട്ടും. അപ്പൊ അതാണ് ഈ എല്ലാം അരീന എന്ന് പറയുന്ന ഒരു AI ടൂൾ. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? വളരെ സിമ്പിൾ. നമ്മള് ChatGPT, ജെമിനി, ഗൂഗിൾ ഇതുപോലുള്ള ഡീപ് സീക്ക് ഇങ്ങനെയുള്ള പല കോമൺ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ കോമൺ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം ഒരു അഡ്വാൻസ് വെർഷൻ ഉണ്ട്, അത് പെയ്ഡ് ആണ്. ഈ അഡ്വാൻസ് വെർഷനിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് പോലുള്ള റിസൾട്ട്
ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ എല്ലാം അരീന എന്ന് പറയുന്നത്. അതൊരു ഒരു മാർക്കറ്റ് റിസർച്ചോ അല്ലെങ്കിൽ ഒരു ഗവേഷണ ഏജൻസിയാണത്. ആ ഗവേഷണ ഏജൻസി ഇതുപോലുള്ള അതിൽ നിന്ന് ഏറ്റവും മികച്ച ടൂളുകൾ ഉത്പാദിപ്പിക്കാനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഉത്തരങ്ങളോടാണ് ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേയും പഠനവുമാണ് അതിന്റെ പിന്നിൽ അവര് ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കാര്യം മനസ്സിലായോ? ഓക്കെ സർ, ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഇതായി കാണുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് ആരെങ്കിലും ഒന്ന് പറയൂ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പെട്ടെന്ന്. നമുക്കൊന്ന് കുറെ ടൂളുകൾ നമുക്ക് നോക്കാനുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു കാര്യം പറയൂ, ഒരു ചെറിയ സൂചന തന്നാ മതി. വേഗം. പറയുന്നുണ്ടല്ലോ. ഞാൻ ഡോക്ടർ ശബരീഷ്. പറയൂ സാർ. യുദ്ധം എന്തെങ്കിലും അവസാനിക്കുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? എങ്ങനെ സാർ? നമ്മുടെ ഈ വാർ എന്തെങ്കിലും അവസാനിക്കുമോ? യുദ്ധം അല്ലേ? ലോകം യുദ്ധ ഭീഷണിയിലാണ്. ഈ യുദ്ധ ഭീഷണി എങ്ങനെ ആണ് ഈ ലോകത്തെ ബാധിക്കുന്നത് അല്ലേ? അങ്ങനെ ചോദിക്കാം. എന്ന് അവസാനിക്കുമെന്നുള്ള ചോദ്യം ഒരു ഇതിനെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അത്, അല്ലെ? എന്ന് അവസാനിക്കും എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അത് എന്ത് ചോദിച്ചാലും ഉത്തരം പറയും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അങ്ങനെ തന്നെ. ലോകം ഇന്ന് യുദ്ധഭീഷണിയിലാണ്. ഈ ഭീഷണിയിൽ എന്ന് മാറും, എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം? എന്ത് നമുക്ക് The world is under the threat of the war today. Will this threat was change? How can we hope? Okay. നമ്മൾ കൊടുക്കുന്നു ചാറ്റ്. നമ്മളെ ചാറ്റാണ് ഇമേജ് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചാറ്റാണ് എടുത്തത്. അപ്പോ രണ്ടെണ്ണം എയും ബിയും കണ്ടോ? എയും ബിയും രണ്ട് ടൂളുകളാണ് ഇതിനകത്ത് വരുന്നത്. വളരെ ഗംഭീരമായ നമ്മള് രീതിയിൽ അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് ജനറേറ്റ് ചെയ്യാണ്. മത്സരമാണ്. ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അസൈൻഡ് എയും അസൈൻഡ് ബിയും ഗംഭീരമായിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിർത്തുന്നില്ല. ആരാദ്യം നിർത്തും എന്നുള്ള ആണ് നമ്മൾ. അസൈൻമെന്റ് ബി ആദ്യം നിർത്തി, ഏതാ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഗംഭീരമായ ഒരു ജനറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇത് നിർത്തുന്നേ ഇല്ല. ഓക്കെ. അപ്പൊ യുണൈറ്റഡ് നേഷന്റെയും ഇതൊക്കെ വന്നു. അപ്പൊ നമ്മളിതൊന്ന് വായിച്ചു നോക്കുന്നു. ഇതെല്ലാം വായിക്കാനുള്ള സമയമില്ല. നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ട്രാൻസ്ലേറ്റ്. അപ്പോ ഒന്ന്, ലോകത്തിലെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ശരിയാണ്. യുദ്ധഭീഷണി വളരെ യഥാർത്ഥമാണ്. അത് അവിശ്വസനീയമായ വിധം അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. ഉത്കണ്ഠ തോന്നുന്നു. കാര്യങ്ങൾ എപ്പോഴെങ്കിലും മെച്ചപ്പെടുമോ എന്നുള്ള പറയുന്നുണ്ട്. ചരിത്രപരമായ യുദ്ധം ഒരു ആവർത്തിച്ചിട്ടുള്ള സവിശേഷതയാണ്. നിർഭാഗ്യവശാൽ മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം ആ സംഘർഷം കാണുന്നു. അങ്ങനെ പോകുന്നു. അസാമമായ ഉദ്ദേശം അവസാനം നമുക്ക് നോക്കാം. ആഗോളവൽക്കരണവും
പരസ്പരാശ്രിതത്വവും വിരോധാഭാസം എന്ന് പറയട്ടെ, ആഗോളവൽക്കരണം പരസ്പരാശ്രിതത്വം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ ദുർബലതകളും സൃഷ്ടിച്ചിട്ടുണ്ട്. സാമ്പത്തിക പരസ്പരാശ്രയത്വം യുദ്ധത്തിന് ഒരു തടസ്സമാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെ പ്രത്യാശിക്കാം? ശുഭാപ്തി വിശ്വാസമുള്ള കാരണങ്ങൾ നമുക്ക് എവിടെയും കണ്ടെത്താം. അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നയത്തിനെ ശക്തിപ്പെടുത്തൽ, അങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങൾ, സാമ്പത്തിക അസമത്വം, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം, സംസ്കാരം, പൗര നിയന്ത്രണം, സ്വാതന്ത്ര്യവും, അങ്ങനെ അക്രമരഹിത സംഘർഷങ്ങൾ, ദേശീയതയും വിദേശീയതയും വിദ്വേഷവും വെല്ലുവിളി എല്ലാം മാന്ത്രികമായി ശരിയാകുമെന്ന് വിശ്വസിക്കുക എന്നതല്ല പ്രത്യാശയുടെ അർത്ഥം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നതല്ല എന്ന പ്രത്യാശയുടെ അർത്ഥം. കൂടുതൽ സമാധാനപരമായ ഭാവിക്കായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുക എന്നതിലാണ് പ്രത്യാശയുടെ അർത്ഥം. സാധ്യതകൾ നമ്മെ പ്രതികൂലമായി കാണുമ്പോൾ പോലും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത് വളരെ രസമാണ്. നമ്മളിങ്ങനെ ചുമ്മാ അടുത്ത ബി, സങ്കീർണമായ സംഘർഷങ്ങൾ, സങ്കീർണത അംഗീകരിക്കുക, ചരിത്രത്തിൽ നിന്ന് പഠിക്കുക, ചാമ്പ്യൻഷിപ്പ്, ഗ്രാസ് റൂട്ട് സമാധാന അതിന് സബ് ടൈറ്റിലൊക്കെ കൊടുത്തിട്ടു. സുരക്ഷാ മാതൃകകൾ പുനർവിചിന്തനം ചെയ്യുക, സാങ്കേതിക ഉത്തരവാദിത്വങ്ങൾ പ്രയോജനപ്പെടുത്തുക, ആഗോള പൗരത്വം വളർത്തിയെടുക്കുക. അതിന്റെ ഒരു സൊല്യൂഷനാണ് അവർ പറയാം. മാനസിക രോഗശാന്തിക്ക് മുൻഗണന നൽകുക, ചെറിയ ഘടകങ്ങളിലൂടെ വിതരണുക, അന്തിമ ചിന്ത എന്താണ്? ചരിത്രത്തിന്റെ ചാപം സ്വയം വളയുന്നതല്ല, മറിച്ച് എണ്ണമറ്റ വ്യക്തികൾ അതിനെ നീതിയിലേക്ക് തള്ളിവിടാൻ തിരഞ്ഞെടുക്കുന്നതിനാലാണ്. യുദ്ധഭീഷണി ഒരിക്കലും പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കില്ല എങ്കിലും വ്യക്തിയോടും അനുകമ്പയോടും കൂട്ടായ്മ ദൃഢനിശ്ചയത്തോടും കൂടി നാം അതിനെ നേരിടാൻ അതിന്റെ പിടി ദുർബലമാകും. നിങ്ങളുടെ ചോദ്യം തന്നെ അർത്ഥവത്താണ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ 2 പാനുകളിലായി അത് ജനറേറ്റ് ചെയ്ത് തന്നു. നമുക്ക് ആർക്ക് വോട്ട് കൊടുക്കാം? ഇടതുവശത്തിനോ വലതുവശത്തിനോ? എക്കോ ബിക്കോ? ഒന്ന് നമ്മളെ ബിക്ക്. അടുത്ത ബി പറയാം. കാരണം സബ് ടൈറ്റിൽ അടക്കം തന്നുകൊണ്ട് ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പം പോട്ടെ കൊടുക്ക്. എക്ക് കൊടു സാർ. എക്ക് എ ബി. ഇനി ഒരാൾ കൂടെ പറയണം. എന്തേ? എക്ക്. അപ്പൊ എക്ക് തന്നെ, എക്ക് നമുക്ക് വോട്ട് കൊടുക്കാം. നമ്മൾ എക്ക് വോട്ട് കൊടുക്കുന്നു. എവിടെ എക്ക്? എക്ക് നോക്കുക. ലെഫ്റ്റ് ബെറ്റർ, ബോത്ത് ആർ ബാഡ്, റൈറ്റ് ബെറ്റർ. നമ്മൾ ലെഫ്റ്റ് ആണ് ബെറ്റർ. ലെഫ്റ്റ് ബെറ്റർ കൊടുത്തു. കഴിയുമ്പോൾ നമുക്ക് ഇത് ഏതാണ് എന്ന് പറയേണ്ടതാണ്. അതാണ്ട് ഗാമ ആണ് ലെഫ്റ്റ്. റൈറ്റിൽ വന്നത് QWN എന്ന് പറയുന്ന 2 നമുക്ക് വലുതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഗാമ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാമ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉപയോഗിച്ച ഒരു AI ടൂളാണ്. അങ്ങനെ ഏതെങ്കിലും ടൂളുകളായിരിക്കും അവർ വരുന്നത്. ഓക്കെ, അതെല്ലാം അതിന്റെ അഡ്വാൻസ്ഡ് വെർഷനാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇതേ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത 2 കിട്ടും. ഓക്കെ, ഒരു ചോദ്യം. ഇത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും 2 കാര്യങ്ങളാണ്. ചാറ്റ് ചെയ്യാൻ പറ്റും, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇമേജിന് നമ്മൾ വോട്ട് ചെയ്യുമ്പോഴേ ഏത് ടൂളാണ് ഉപയോഗിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു പ്രസക്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആശ്രയിക്കുന്ന ചാറ്റ് ജിപിടിയിലും ജെമിനിയിലും ഡീപ്സീക്കിലും ക്ലൗഡിലും ഒക്കെ കിട്ടുന്നതിനേക്കാളും കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു സാധനം ഇതിനകത്ത് കിട്ടുകയും ചെയ്യും നമുക്ക്. പക്ഷെ നമുക്ക് ടൂള് നേരത്തെ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം.
പ്രശ്നം. ഓക്കെ ഓക്കെ. ChatGPT 4 Okay, ഒക്കെ അതിനകത്ത് വരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയോ ChatGPT 4 ജെമിനിയാണ് 2 സ്ഥലത്തായിട്ട് വന്നത്. ഞാൻ ChatGPTക്കാണ് വോട്ട് ചെയ്തത്. സാറേ ഞാനൊന്നിപ്പോ ചോദിച്ചപ്പോ എറർ കാണിക്കുന്നു. എന്തേ? ഞാനത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എറർ കാണിക്കുന്ന അറിയാം. ഇററാണോ? അത് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി. ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി. ഓക്കെ. ലോഗിൻ ചെയ്ത് ചെയ്യാം. ഓക്കെ. ചിലപ്പോൾ ലോഗിൻ ആയി കാണില്ല. അത് വളരെ ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, ഫ്രീ ആണ്. നോക്കുമല്ലോ? ഓക്കെ. ഇത് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. നോക്കുമല്ലോ? ഓക്കെ സാർ. ഓക്കെ. സർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ലീല അലക്സ്. അപ്പൊ ഇതിൽ എ ചൂസ് ചെയ്യണോ ബി ചൂസ് ചെയ്യണോ എന്ന് എങ്ങനെ അറിയുന്നത്? ഫോർ എക്സാമ്പിൾ ഞാനൊരു മാത്സ് പ്രോബ്ലം ChatGPTക്ക് കൊടുത്തു, ജെമിനിക്ക് കൊടുത്തു. രണ്ട് ആൻസർ ആണ്. വൺ വാസ് അബ്സർഡ് എന്ന് ഇറ്റ്സ് എ ലെങ്തി പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ചെയ്യാതെ അതിനകത്ത് ഇട്ട് കൊടുത്തപ്പോ ഇതില് രണ്ടില്ലേ ഏതാണ്ട് ഭയങ്കര അബ്സർഡ് ആയിരുന്നു സർ. സിമ്പിൾ പ്രോബ്ലം, 8th സ്റ്റാൻഡേർഡ് മാത്ത്. ഏതിനാണ് കൊടുത്തത്? രണ്ടിനും കൊടുത്തു. ChatGPTയിലും കൊടുത്തു, ജെമിനിയിലും കൊടുത്തു. ChatGPT കൊടുത്തപ്പോ ഐ ഗോട്ട് വൺ ഓഫ് ദം വലിയ റോങ് ആൻസർ വന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. മാത്തമെറ്റിക്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതിരിക്കുക. അതും അസിസ്റ്റ് ചെയ്യാനല്ലേ അതൊക്കെ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ChatGPT, ജെമിനി, ക്ലൗഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള പോപ്പുലർ പ്ലാറ്റ്ഫോമുകൾ മാത്തമെറ്റിക്സിൽ അവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ല. അപ്പോ മാത്തമെറ്റിക്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് അങ്ങനെയുള്ള ടൂളുകളുണ്ട്. ആ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുക. മാത്സ് GPT എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ടീച്ചർ അത് ഉപയോഗിച്ച് നോക്കാം. മാത്സ് GPT ഒരുപാട് ടൂളുകളുണ്ട്. മാത്സ് GPT ഇത് ആൻസർ തന്നില്ലെന്ന് മാത്രമല്ല, ഇറ്റ് വാസ് സച്ച് ആൻ അബ്സർഡ് ആൻസർ. അങ്ങനെ അബ്സർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എക്സ് മാത്രമേ ഉള്ളായിരുന്നു. ആൻസർ വന്നപ്പോ അതിനകത്ത് വൈയും ഉണ്ട്. ഓക്കെ. ടീച്ചർ പറയുന്നത് ശരിയാണ്. അപ്പോ ഇവര് അതെ ChatGPT, ജെമിനിയും ഇതുപോലുള്ള അതെല്ലാം ഭാഷാ മാതൃകകളാണ്. ഇപ്പൊ ലാർജ് ലാംഗ്വേജ് മോഡൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഭാഷാ മാതൃകകളാണ്. ഭാഷയിലാണ് അവരുടെ തിങ്കിങ്ങിലും ഭാഷയിലും ജനറേറ്റ് ചെയ്യുന്നതിലും ഒക്കെയാണ് അവർ കൂടുതൽ കാര്യങ്ങൾ ഊന്നുന്നത്. അങ്ങനെയുള്ള ലിറ്ററേച്ചറുകളാണ് കൂടുതൽ പഠിച്ചു വെച്ചിട്ടുള്ളത്. മാത്സ് 1. 2 മാത്തമെറ്റിക്സ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ആ സ്കിൽ വീക്കാവില്ലേ? അതുപോലെ ഇതിലും വീക്കാവും. ഏത് കാര്യത്തിലാണോ ആൾക്കാർ കൂടുതൽ ഇടപെടുന്നത് അതിങ്ങനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ കവിത എഴുതാനാണ് ChatGPT ആൾക്കാർ കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിൽ അതിന്റെ കവിത എഴുതാനുള്ള അതിന്റെ കപ്പാസിറ്റി, അതിന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കും. മാത്സ് ആളുകൾ ഉപയോഗിച്ചില്ല എങ്കിൽ മാത്സ് പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. നമുക്ക് തന്നെ ഇതിനെ ലേൺ ചെയ്യിപ്പിക്കാം. ഓക്കെ. അപ്പൊ മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർ മാത്സ് GPT ഉപയോഗിക്കുക. വേറെ ഞാൻ 1-2 ടൂളുകൾ പറഞ്ഞു തരാം. ഞാൻ ടൂളുകൾ കുറെ ടൂളുകളുണ്ട് മാത്സ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ. ആ ടൂളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ. സാറ് ഒരു ക്വസ്റ്റ്യൻ അതിനോട് ചോദിക്കോ? ചോദിക്കൂ. ഒരു KCB ഒരു അഗ്രികൾച്ചർ കണക്ഷൻ ലഭിക്കുമ്പോ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിച്ചിട്ട് അറിയുന്ന വരുന്നത്. KCBയിൽ ഇന്നൊരു പമ്പോസിന് വേണ്ടി ഒരു അഗ്രികൾച്ചർ കണക്ഷൻ ലഭിക്കാൻ വേണ്ടി എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം? ഒരു കാര്യം, നമ്മൾ ഒരു ടാസ്ക് ഒരു AI ടൂളിന് കൊടുക്കുമ്പോൾ ആ ടാസ്ക് ചെയ്യാൻ പ്രാപ്തമായ ടൂൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നമുക്ക് ഇതൊരു കണ്ടംപററി ഇത് സമകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പുതിയ നിയമങ്ങളായിരിക്കും. അപ്പൊ കേരളത്തിലെ നിയമങ്ങൾ അറിയാവുന്നുള്ള, കേരളത്തിലെ KSEBയെ കുറിച്ച് അറിയാവുന്നുള്ള ഒരു ടൂൾ തന്നെയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറ്റുന്നത് മെറ്റയാണ്. മെറ്റയുടെ സവിശേഷത, മെറ്റ ബിങ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട ഇന്റർനെറ്റിൽ വരുന്ന വിവരങ്ങൾ മെറ്റ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന്. അതുപോലെ തന്നെ ജെമിനിയും ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ജെമിനിയും ഗൂഗിളുമായിട്ട് ഗൂഗിളിൻ്റെതാണ്. അപ്പൊ ഗൂഗിളിൽ വരുന്ന അപ്ഡേറ്റ്സ് ജെമിനിക്കും അറിയാം. അപ്പൊ KSEBയുമായിട്ടുള്ള വിവരങ്ങൾ അറിയാനുള്ള സാധ്യത ഇവർക്ക് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. 2, മെറ്റയ്ക്ക് മലയാളം അറിയില്ല. മലയാളത്തിൽ നമ്മൾ ചോദിച്ചാലും അത് പകുതി വെച്ച് നിന്നു പോകും, പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ മെറ്റയോട് ചോദിക്കുകയാണെങ്കിൽ മെറ്റയോട് നമ്മൾ നമുക്ക് ഇംഗ്ലീഷ് വലിയ പ്രാവീണ്യമില്ല എങ്കിൽ നമ്മൾ ഇംഗ്ലീഷിനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിംഗ് രീതിയാണ്. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ പ്രോംപ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ആദ്യം കുറേ ക്ലാസ്സുകൾ നമ്മളത് പറഞ്ഞു പോയ കാര്യമാണ്. 1, പ്രോംപ്റ്റ് വ്യക്തമായിരിക്കണം. ചെറിയ വാക്കുകൾ, ചെറിയ സെന്റൻസുകളായിരിക്കണം. സെന്റൻസുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കണം. ചിഹ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൊട്ടേഷൻ വേണം, ക്വസ്റ്റ്യൻ മാർക്ക് വേണം, കോമ വേണം. ടാസ്ക്, അതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് ദൗത്യം എന്നുള്ളത് വളരെ കൃത്യമായിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തെങ്കിൽ കൊടുക്കണം. അപ്പൊ അതാണ് നമ്മൾ ടൂൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക, അത് പ്രോംപ്റ്റിംഗ് നടത്തുക. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. സാറിപ്പോ നമ്മൾ ഇപ്പൊ നോക്കിയത് ഏതിലായിരുന്നു ആ കാര്യം കൊടുത്തത്? എല്ലാം അരീന സാറിപ്പോ പറഞ്ഞെന്ന. അയ്യോ, അതിന് കൊടുക്കുകയും ചെയ്യരുത്. അത് കൊടുക്കാറ് പറഞ്ഞു കാണിക്കുന്നു. അതിന് കേരളം എന്നൊരു പ്രദേശം ഉണ്ടോ എന്നുള്ള പോലും അറിയില്ലായിരിക്കും. ഓക്കെ. അപ്പോൾ ടൂള് തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഈ പുതിയ സർക്കുലർ ഒക്കെ കിട്ടാൻ ഏതെങ്കിലും ടൂൾ ഉണ്ടോ പുതിയ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? യുദ്ധം നടത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ സാർ? അല്ലെ, പുതിയ ഈ സർക്കുലറേ ഏതെങ്കിലും പുതിയ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ. അതെ, ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നമുക്ക് ടൂള് പുതിയ ഫ്രീ ടൂളുകൾ വരുന്നുണ്ട്. ഒരുപാട് ടൂളുകൾ വന്നു. നമ്മുടെ ഓരോ കുറേ സാധനം നമ്മുടെ പലപ്പോഴും ഈ പുതിയ ടൂളുകൾ വരുമ്പോൾ നമ്മൾ എല്ലാവരെയും വിളിക്കാറുണ്ട്. പക്ഷെ വളരെ അപൂർവം പേരാണ് എത്താറുള്ളത്. അപ്പോ അങ്ങനെ പുതിയ ടൂളുകൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു AI ടൂളാണ്. എന്നതൊന്ന് ഷെയർ ചെയ്യാം. തിങ്ക് എനി THINKANY any.ai thinkany.ai. ഈ thinkany.ai നോക്കുക. ന്യൂ ഇറ AI സെർച്ച് എഞ്ചിൻ. ആൻസർ ക്വിക്ക്ലി ആൻഡ് ഡയറക്ട്ലി. അപ്പൊ നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ, ഇതൊരു സെർച്ച് എഞ്ചിനാണ്. AI ടൂളുകൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഈ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് പുതിയ ടൂളുകളൊക്കെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ നമുക്ക് ആ ടൂളുകളുണ്ട്. തിങ്കനി. ഓക്കെ. ഏതെങ്കിലും ഞാൻ ഒന്നും ട്രൈ ചെയ്യുന്നില്ല. കുറെ സമയം നമ്മൾ എടുക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പിന്നെ ഇത്രയും ദിവസമായി ഇതുമായി മല്ലടിക്കുകയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മളിവിടെ കൊടുക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കണം. ആ പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള ഒരു ടൂളാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫ്രീ ടൂൾ ഫോർ ഇമേജ് ക്രിയേഷൻ, അല്ലെങ്കിൽ ഇമേജിനെ ഇന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജ് ടു വീഡിയോ, ഒരു ഇമേജിനെ വീഡിയോ ആക്കാനുള്ള ഫ്രീ ടൂൾ നോക്കിക്കഴിഞ്ഞാൽ തരും. അപ്പോൾ ഈ ഫ്രീ ടൂൾ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഫ്രീ ടൂളൊക്കെ തരും. ആ ഫ്രീ ടൂള് പലപ്പോഴും ഫ്രീ ആയിരിക്കും. ചിലപ്പോ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡേ ഫ്രീ കാണുള്ളൂ. ബാക്കി പേടില്ലേട്ടോ.
ഫ്രീ ട്രയൽ എന്നൊക്കെ പറഞ്ഞു വരും അല്ലെ. അപൂർവം ചില ടൂളുകൾ മാത്രമാണ് ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ, സ്വതന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതും നമ്മൾ ഇതിനോട് നോക്കാം. അങ്ങനെ ഫ്രീ ടൂളുകൾ. അപ്പൊ തിങ്കനി ഞാൻ ഒന്നും നോക്കുന്നില്ല, ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ നമുക്ക് ഇവിടെയാണോ അതിന്റെ ടൂൾ അന്വേഷിക്കുന്നതിന് കൊടുക്കുക, അത് കഴിഞ്ഞ് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ടൂളുകൾ കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ ഒന്ന് നോക്കണോ ഏതെങ്കിലും ടൂൾ? നോക്കിയാൽ നന്നായിരുന്നു. എന്താ ആരെങ്കിലും ഒരു ആവശ്യം പറയൂ. ഈ KCB ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും? അയ്യോ സാറേ, KSEBയുമായി ബന്ധപ്പെട്ട കാര്യം ടൂള് കിട്ടില്ല. നമുക്ക് നമുക്ക് ടൂൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം, പോയം ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് രീതിയിലുള്ള ലേഖനങ്ങൾ, ചോദ്യത്തിന് ഉത്തരം, ഈ രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പം ChatGPT പോലെ നമുക്ക് ഉള്ള കാര്യങ്ങൾ അത് ജനറേറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യാം, ബിസിനസ് പ്രോജക്റ്റുകൾ ജനറേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൂളാണ്. അപ്പൊ ഏതെങ്കിലും KSEB പോലുള്ള സംഗതികളൊക്കെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സംഗതികളാണ്. അതിനൊക്കെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു സാർ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് പ്രാദേശികമായി വിവരമുള്ള AI എന്ന് പറയുന്നത് മെറ്റയാണ്. എന്താണെന്ന് ഞാനത് പറഞ്ഞു. 2, ജെമിനി. പ്രാദേശികമായി വിവരമുള്ള ഒരു സാധനമാണ് ജെമിനി, മെറ്റ, ജെമിനി. ഈ മെറ്റയും ജെമിനിയും കാലം ഞാൻ മനസ്സിലാക്കിയതിനോത്തോളം ഏറ്റവും കൂടുതൽ പ്രാദേശിക നോളജ് ഉള്ളത് ഡീപ്സീക്കിനാണ്. ഡീപ്സീക്ക് ഇന്റർനെറ്റിൽ വരാത്ത വിവരങ്ങൾ പോലും ഡീപ്സീക്ക് എങ്ങനെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡീപ്സീക്ക് പ്രാദേശികമായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ലോകത്തിലെ ഏത് പ്രദേശത്തെ കുറിച്ച് ചോദിച്ചാലും പറഞ്ഞുതരാൻ പറ്റുന്ന ഒരാള്. നന്നായിട്ട് മലയാളവും അറിയാം. ഒന്ന് പറഞ്ഞ ഡീപ്സീക്കിന്റെ സ്പെല്ലിങ്. ഡീപ്സീക്ക് ഡീപ്സീക്ക് നിരോധിച്ചോ സാറേ? ഇത് നിരോധിച്ചിട്ടൊന്നുമില്ല. നിരോധിച്ചിട്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നതാണ്. ഡീപ്സീക്ക് ഇപ്പോഴും നിലവിലുണ്ട്. DEPS ഡീപ്പ് സീക്ക് SEEK.com. എനിക്ക് ChatGPT-യേക്കാൾ കുറെ കൂടെ ബെറ്റർ ആണ് ഡീപ്സീക്ക്. ChatGPT 4 കിടപിടിക്കുന്ന സാധനമാണ് ഡീപ്സീക്ക്. നല്ല റിസൾട്ടാണ്. അത് ഗംഭീരമാണ്. പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന സാധനമാണ് അത്. നമ്മൾ ലാംഗ്വേജ് അതിന്റെ ഹോം പേജ് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. അതായത് ഇംഗ്ലീഷ് സെർവറും ഉണ്ട്, ചൈനീസ് ഭാഷയിലും ഉണ്ട്. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് എടുക്കുക, എന്നിട്ട് ചാറ്റിലേക്ക് പോകുക. അല്പം ഒന്ന് നിരീക്ഷിക്കുക. നമ്മളൊരു വെബ് പേജ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയി വരുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് അതിനെ ഒന്ന് നിരീക്ഷിച്ച് അതിനകത്ത് എവിടെ എന്ത് ചെയ്യണം, എവിടെ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ആലോചിക്കുക. അല്ലാതെ ഒരു സാധനം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അയ്യോ ഇത് നമുക്കൊരു പരിചയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഒന്ന് നിരീക്ഷിക്കുമ്പോൾ എവിടെയെങ്കിലും തുടങ്ങാനുള്ള ഒരു സൂചന നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പൊ ഡീപ്സീക്ക് വളരെ ഡീപ്സീക്ക് ഞാൻ ഡീപ്സീക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ തിങ്കനി തൽക്കാലം നിർത്തുന്നു. ഡീപ്സീക്കിലേക്ക് ഒന്ന് ഒരു ഡോൾഫിന്റെ ഇതാണ് ഡീപ്സീക്ക്. ഈ ഡീപ്സീക്കില് നോക്കുക, അതാണ് സ്റ്റാർട്ട് നൗ, ഗെറ്റ് എ ഡീപ്സീക്ക് ആപ്പ്. ഫോണിൽ നമുക്ക് ഡീപ്സീക്കിന്റെ ആപ്പ് കിട്ടും. സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഇതവിടെ നമ്മൾ കൊടുക്കുക. മലയാളത്തിലും കൊടുക്കാം. മലയാളത്തിൽ കൊടുക്കാം. നമുക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാം. നമ്മളിപ്പോ ഹലോ ഡീപ്സീക്ക് അടുത്ത ഡീപ്സീക്ക്. അപ്പൊ ഇതില് നമ്മള് ഇപ്പോ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളെല്ലാം അനുദിനം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ചിന്തിക്കാനുള്ള ചിന്തിച്ച് തയ്യാറാക്കി തരുന്ന കാര്യങ്ങളും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോ നമുക്കിപ്പോ KSEBയില് ഒരു കണക്ഷൻ എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. പല ഡോക്യുമെന്റുകളിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ വിവരം വെച്ചിട്ട് വേണം നമുക്ക് തയ്യാറാക്കി തരാൻ. അപ്പൊ അത് നമ്മൾ സെർച്ച് നിങ്ങള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ, പലതരത്തിലുള്ള വിവരങ്ങൾ ആണ് ജനറേറ്റ് ചെയ്ത് തരേണ്ടതെങ്കിൽ നിങ്ങൾ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളൊരു കവിത എഴുതുന്നു, കഥ എഴുതുന്നു, ലേഖനം എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് എങ്കിൽ നിങ്ങൾ ഡീപ് തിങ്കിലേക്ക് കൊടുക്കുക. അപ്പൊ ഡീപ് സീക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം കൊടുത്ത് ഡീപ് തിങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ആത്മകഥം പോലെ ഇത് ഇങ്ങനെ പല ഭാഗത്തു നിന്ന് പല വിവരങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാം, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു മിന്നായം പോലെ മാറി മറിഞ്ഞു പോണതെല്ലാം നമുക്ക് ആദ്യത്തെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ ചിന്തയിൽ വന്നു പോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ചിന്തിച്ചെടുത്ത സാധനങ്ങളെ നന്നായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചിന്ത, മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ നമ്മളൊരാളുടെ കൂടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നത് പോലെ ഡീപ് സീക്കും ചിന്തിക്കും. ആ ചിന്തയിൽ എന്തൊക്കെ മനസ്സിലൂടെ വന്നു പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ ഡീപ് സീക്ക് ഈ സംവിധാനം അവതരിപ്പിച്ചതിന് ശേഷം പല AI-കളും ഇതേ മാതൃക വന്നു. തിങ്കിങ് എന്ന് പറയുന്ന ഒരു നോബ് എല്ലാവരും ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ഡീപ് തിങ്കിങ്, സെർച്ച്, ChatGPT വരെ വന്നു, ജെമിനിയിൽ വന്നു. അതെല്ലാം ഡീപ് സീക്ക് അത്ഭുതം സൃഷ്ടിച്ച ഒരു സാധനമാണ്. അമേരിക്കയെ അത്ഭുതപ്പെടുത്തിയ, അമേരിക്ക അത് കണ്ട് അന്തം വിട്ടുപോയി ഡീപ് സീക്ക് കണ്ട്. അത് ഈ ഡീപ് സീക്ക് വന്നതിന് ശേഷം എല്ലാ AI-കളും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയി. ChatGPT ഭയങ്കര പവറായിരുന്നു. ഒരു ദിവസം 3 കാര്യം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ കൊടുക്കുക, ഇന്നത്തെ നിങ്ങളെ കോട്ട കഴിഞ്ഞ് ഇനി നാളെ 24 മണിക്കൂർ കഴിഞ്ഞ് വരൂ എന്ന് പറയും. ഇപ്പൊ അതൊക്കെ പടക്കി കെട്ടി. പടം ജനറേറ്റ് ചെയ്ത് തരില്ലായിരുന്നു, പടമൊന്നും ജനറേറ്റ് ചെയ്ത് തരില്ല. ഇപ്പൊ ചിത്രമൊക്കെ ജനറേറ്റ് ചെയ്ത് തരും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഡീപ് സീക്ക് എങ്ങനെയാണ്? ഡീപ് സീക്ക് ഇപ്പൊ ആൾക്കാർ പലരും ധരിച്ചു വെച്ചേക്കുന്ന ഡീപ് സീക്ക് ഇന്ത്യയിൽ നിരോധിച്ചെന്നൊക്കെയാണ്. നിരോധിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടത്, നമ്മളിപ്പോ ഡീപ് സീക്കിലാണ് നിൽക്കുന്നത്. ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഉത്തരം കിട്ടുക. അല്ലെങ്കിൽ ഒരു ഡീപ് സീക്കിൽ കൊടുത്ത് ഒരു ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രിസിറ്റി, സാറിന്റെ ഇലക്ട്രിസിറ്റി എന്താണ്? നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടാൻ, അഗ്രികൾച്ചറൽ കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം. കേരളത്തിൽ കാർഷിക ആവശ്യത്തിന് വേണ്ടി വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിന് ഉള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ? അത് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? കേരളത്തിൽ കാർഷിക ആവശ്യത്തിന് വേണ്ടി വൈദ്യുതി കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ? അത് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? മലയാളത്തിലാണ്. നമ്മളൊന്ന് ചോദിച്ചു നോക്കാം, എന്തെങ്കിലും പറയുമെന്ന് നോക്കാമല്ലോ. മലയാളത്തിൽ തന്നെ ചോദിക്കാം. ഇപ്സിക്കിനോട് ചോദിക്കുന്നു. നമുക്ക് സെർച്ച് കൊടുക്കാം. സെർച്ചാണ് നമ്മൾ കൊടുത്തത്. സെർച്ചിന്റെ തിങ്കിങ് കൂടി കൊടുത്തു. ഇതാ ഇവിടെ അപ്പാരോ കൊടുത്തു. അപ്പൊ നിരോധിച്ചിട്ടൊന്നുമില്ല, അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ മലയാളത്തിൽ തന്നെ കമന്റ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ മലയാളത്തിലല്ലേ സാർ കൊടുത്തേക്കുന്നത്? കാണുന്നില്ലേ? മലയാളത്തിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അതാ 22 കാര്യങ്ങൾ അത് കണ്ടുപിടിച്ച് 22 സൈറ്റുകളിൽ പോയി. ഇതാണ് ഡീപ് തിങ്കിങ്. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ചിന്തയാണ്, ആത്മകഥം പോലെ ചിന്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നു, കണ്ടാ?
അത് 22 ഡോക്യുമെന്റുകളിൽ പോയി ആ 22 ഡോക്യുമെന്റുകളും വിശകലനം ചെയ്യുന്നു. അത് 9ാമത്തെ ഡോക്യുമെന്റ് വന്നോളാം അതാ വന്നു. അതാ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. വേറെ അറിഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞില്ല. ആള് പുലിയാണ് സാർ. അതാ മനസ്സിലായോ? ഫീസ് പേയ്മെന്റ് പറയണേ. ദിവസം വരെ പറഞ്ഞിരിക്കും 15 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് കണക്ഷൻ ഡിമാൻഡ് നിർത്തുന്നില്ല. സോളാർ ഇന്റഗ്രേഷൻ ഓപ്ഷൻ 2025 പുതിയ 2025 പുതിയ നിയമങ്ങൾ അനുസരിച്ച് 100 m² കൂടുതൽ കൃഷിഭൂമി. ഇനി കപ്പാസിറ്റി എനിക്ക് എന്തൊക്കെ ഇതൊക്കെ കാണിച്ചു തരുന്നത്. അപേക്ഷ ദേശീയ സോളാർ പോർട്ടലിൽ കൊടുക്കാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം അതിന്റെ അപ്പുറം ആയിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കുന്നു. KSEB എഞ്ചിനീയർക്ക് കൂടി അറിയില്ലായിരിക്കും. അതെ, KSEB എഞ്ചിനീയർ അല്ല, KSEB ഇതിന്റെ കസ്റ്റമർ ചെയർമാൻ കൂടി അറിയില്ലായിരിക്കും. അതാ ഫോൺ നമ്പര് വന്നു. ഫോൺ നമ്പര്, ടെക്നിക്കൽ സഹായം, ഉപദേശക ഉപദേശക തന്ത്രങ്ങൾ, സോളാർ പമ്പ്. നോക്കളെ നിർത്തുന്നില്ല. ബാറ്ററി ബാക്കപ്പ് തൃശ്ശൂരിലെ വില ഉദാഹരണം വരെ പറഞ്ഞു. തൃശ്ശൂരിലെ ഒരു കർഷകൻ 5 കിലോവാട്ട് സോളാർ പമ്പ് സെറ്റ് 3 ലക്ഷത്തെ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് 78,000 യഥാർത്ഥത്തില് 2.3 ലക്ഷം റിട്ടേൺ. ഇങ്ങനെയുണ്ട് സംഭവം. നോക്കുക. അടിപൊളി അല്ലേ? നിങ്ങൾ ഉപയോഗിക്കണം ഇതിനകത്ത്. പിന്നെ ഞാന് ഇങ്ങനെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 കാര്യം. ഞാൻ കൊടുത്ത പ്രോംപ്റ്റിലാണ് പ്രധാനം. പ്രോംപ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ പ്രോംപ്റ്റിനെ കുറിച്ച് എല്ലാ ബാച്ചിലും 4-5 ക്ലാസ്സുകളിൽ പറഞ്ഞു. പല കഥകളും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞു. പ്രോംപ്റ്റ് തയ്യാറാക്കുമ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക വേണം. പ്രധാനമായിട്ടും ചിഹ്നങ്ങൾ, ചെറിയ വാക്കുകൾ, സങ്കീർണതയില്ലാത്ത വാക്കുകൾ ഒക്കെ വെച്ച് വേണം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കാൻ. അല്ലേ? അത് പിന്നെ പ്രധാനപ്പെട്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളെ ഓഫീസിന്റെ ഫ്രണ്ടില് ഒരാൾ വന്ന് വഴി ചോദിച്ചു. എന്നെ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി ഏതാ? ഹോസ്റ്റലിലേക്ക് പോകാനുള്ള വഴി എന്റെ വീട്ടിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ, അങ്ങോട്ട് പോയാൽ മതി. ഒരു അവധി തന്നോട് ഒരാൾ പറയുന്ന. അപ്പൊ ഇതേ രീതിയിലുള്ള നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിന് കൃത്യമായിട്ടുള്ള കൺസെപ്റ്റാണ്. പക്ഷെ അത് റിവീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ഡീപ് സീക്കിന് തൽക്കാലം നമുക്ക് ഒഴിവാക്കാമല്ലോ. ചെയ്യുമല്ലോ? യെസ്, ഡീപ് സീക്ക് മലയാളത്തിലാണ്. എന്ത് കാര്യവും ചോദിക്കുക. എന്ത് കാര്യം ഇതിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ. ഇതിന്റെ ആധികാരികമായിട്ട് എടുക്കുന്ന ഈ വിവരങ്ങൾ ഏതെങ്കിലും സർക്കുലറിന് ആണല്ലോ എടുക്കുക? അത് കിട്ടാനോ വല്ല വഴിയുണ്ടോ ഇതില്? സർക്കുലർ ചോദിച്ചു കഴിഞ്ഞാൽ തരും. സർക്കുലർ നോക്കി പഠിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞത്. നമ്മൾ എന്താ കണ്ടു, ഡീപ് സീക്ക് എന്ത് ചെയ്തു നമ്മൾ കണ്ടു. ചിന്ത നമുക്ക് കാണിച്ചു തന്നു. 20 ഡോക്യുമെന്റുകൾ, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള 20 ഡോക്യുമെന്റുകൾ പരിശോധിച്ചു. ആ 20 ഡോക്യുമെന്റുകൾ പരിശോധിച്ച് അത് പരസ്പരം നമ്മുടെ ചോദ്യവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് എന്നിട്ടാണ് നമുക്ക് വേണ്ട നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായ രീതിയിൽ വ്യക്തമായി നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നത്. അപ്പൊ നമുക്ക് ആ ഡോക്യുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അത് കിട്ടാണ് ഉപകാരം. കാരണം അങ്ങനെ നോക്കുമ്പോ അങ്ങനെയുള്ള ആ ഡോക്യുമെന്റ് ഏതാണ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി ഡോക്യുമെന്റുകൾ സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ നിന്ന് ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ അത്തരം ഡോക്യുമെന്റുകൾ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു AI നമുക്ക് തന്നില്ല. ഓക്കെ,
ഏതരം നമുക്ക് ഡോക്യുമെന്റുകളല്ല, നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. കുറെ നമുക്ക് മനസ്സിലാകാത്ത കുറെ ഡോക്യുമെന്റുകൾ നമുക്ക് തരിക എന്ന് പറയുന്നത് ഒരു എഐയുടെ രീതിയല്ല. ഓക്കെ, ഇൻഫർമേഷൻ അതെ, അത് ഇൻഫർമേഷൻ നമുക്ക് വേണ്ടി അത് സംസ്കരിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തരിക എന്നാണ് അതിന്റെ ദൗത്യം. ഓക്കെ, അപ്പോ ഡീപ് സീക്ക് എല്ലാവരും നോക്കുമല്ലോ. ഗൂഗിളിൽ നിന്ന് തന്നെ ഡീപ് സീക്കിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. വളരെ എളുപ്പമാണ്. എന്ത് കാര്യവും ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ സാധനമാണ്. സമയം കുറെ പോയി. അപ്പോ ഇനി ഒരു വെബ്സൈറ്റ് കൂടെ ഒന്ന് പരിചയപ്പെടാം. ബെസ്റ്റ് ഈ AI ടൂളുകൾ, ഫ്രീ AI ടൂളുകൾ തരുന്ന, അത് പൂർണ്ണമായും ഫ്രീ അല്ല, എന്തായാലും ഫ്രീ AI ടൂളുകൾ നമുക്ക് കണ്ടെത്തി തരുന്ന ഒരു AI ഉണ്ട്. ബെസ്റ്റ് ഫ്രീ AI website.com. ബെസ്റ്റ് ഫ്രീ AI website.com. ഞാനതൊന്ന് ഷെയർ ചെയ്ത് തരാം. ബെസ്റ്റ് തിങ്കനിയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. ബെസ്റ്റ് ഇതാണ്. ബെസ്റ്റ് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. ബെസ്റ്റ് അറിയാലോ സ്പെല്ലിംഗ്. ബെസ്റ്റ് BEST ബെസ്റ്റ് ഫ്രീ FREE ഫ്രീ AI വെബ്സൈറ്റ് WEBSITES websites.com. ബെസ്റ്റ് ഫ്രീ വെബ്സൈറ്റ്സ്.com. അതിൽ പോയി ബെസ്റ്റ് ഫ്രീ വെബ്സൈറ്റ്.com നമ്മളിപ്പോ നിൽക്കുന്നത്. അതില് പോയി നമ്മൾ ഇവിടെ നമ്മൾ ആവശ്യം പറയാം. ആവശ്യം പറയുക എന്ന് പറയുന്നത് നിങ്ങള് ടൂളാണ്. നമുക്ക് ഏത് ടൂളാണെന്നാണ് നമ്മൾ പറയേണ്ടത്. ഇമേജ് ജനറേഷൻ ടൂളാണോ, ടെക്സ്റ്റ് ജനറേഷൻ ടൂളാണോ, ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൂളാണോ, വാട്സാപ്പ് പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന ടൂളാണോ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന ടൂളാണോ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ടൂൾ, മാത്സ് സൊല്യൂഷൻ തരുന്ന ടൂളാണോ, ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്ന ടൂളാണോ, ഏത് തരത്തിലുള്ള ടൂളുകൾ, ബിസിനസ് പ്രോജക്റ്റ് തയ്യാറാക്കുന്ന ടൂൾ, അങ്ങനെ നാളെ വിളിക്കുന്നത് ബിസിനസ് പ്രോജക്റ്റ് ജനറേറ്റിംഗ് ടൂൾ, മാത്തമാറ്റിക്സ് പ്രോബ്ലം സൊല്യൂഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ടൂളുകൾ നമുക്ക് തരാം. ബെസ്റ്റ് എന്താണ്? ബെസ്റ്റ് ഫ്രീ AI website.com. ഓക്കെ, നോക്കാമല്ലോ. ഓക്കെ ശരി. ഓക്കെ. ഇനി നമുക്ക് ഇൻഫോഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫർമേഷനെ ഒരു ഗ്രാഫിക്കലായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. പലപ്പോഴും നമുക്ക് ആവശ്യമാണ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ. നമുക്കൊരു കൺസെപ്റ്റിനെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു വിശദീകരണം കൂടെ ഉണ്ടായ ഒരു ചിത്രം കൂടെ ഉണ്ടെങ്കിൽ, ഒരു പിക്ചർ കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ആകർഷകമായിരിക്കും. അല്ലെങ്കിൽ സങ്കീർണമായ കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ചിത്രീകരണം വേണ്ടി വരും. അങ്ങനെ ചിത്രീകരിക്കാൻ, ഇൻഫോഗ്രാഫിക് ആക്കാൻ പറ്റുന്ന ഒരു AI ടൂളാണ് preview.rive.art. സ്പെല്ലിംഗ് പറയാം. റിവേ വരട്ടെ. REV റിവേ. ആദ്യം വരേണ്ടത് പ്രിവ്യൂ. അല്ലല്ല, REV അല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക സാറേ. പ്രിവ്യൂ PREVIEW പ്രിവ്യൂ .rive REVE
ഡോട്ട് ആർട്ട് ഇത്രേ ഉള്ളൂ. പ്രിവ്യൂ ഡോട്ട് റിവേ ഡോട്ട് ആർട്ട് അതാണ് അതിന്റെ REV ആവത്തുള്ളൂ സർ. REV ഡോട്ട് ആർട്ടാ. REV ഡോട്ട് ആർട്ട്. അതിനു മുമ്പ് പ്രിവ്യൂ ഉണ്ട്, ഒരു ഡോട്ടും ഉണ്ട്. പ്രിവ്യൂ ഡോട്ട് REV ഡോട്ട് ആർട്ട് അല്ലേ? അതെ പ്രിവ്യൂ ഡോട്ട് REV ഡോട്ട് ആർട്ട് അതാണ് അതിന്റെ ഇതായി കാണുന്നില്ലേ? പ്രിവ്യൂ ഇപ്പൊ കാണാമല്ലോ. പ്രിവ്യൂ ഡോട്ട് REV ഡോട്ട് ആർട്ട്. ഓക്കെ, ഇതാണ് അതിന്റെ വെബ്സൈറ്റ്. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയൂ ആരെങ്കിലും, നമുക്കൊന്ന് ഒരു ഇൻഫോഗ്രാഫിക്സ് ആക്കാൻ വേണ്ടി. സാർ ആരെങ്കിലും ഒരാൾ പറയണം. നമുക്ക് എന്തായാലും 31 പേരോ 35 പേരുണ്ട്. ആരെങ്കിലും ഒരാള്. സജീവൻ സാർ, മുന്താസ്, ഒരുപാട് ആൾക്കാർ, മുനീർ. കൊറോണ ഇപ്പൊ കോവിഡ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ പെർസെന്റേജ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ പോരെ? ഇതെങ്ങനെ? കോവിഡിന്റെ കണക്ക് ഒന്ന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ പോരെ? കോവിഡിന്റെ കണക്ക് നമ്മൾ കൊടുക്കണം. കോവിഡിന്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്കിന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യും. കോവിഡിന്റെ കണക്ക് ഇത് കണ്ടെത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ പ്രിവ്യൂ ഡോട്ട് റിവേ എന്ന് പറയുന്ന ഈ ടൂള് പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ആ ഇൻഫർമേഷനെ മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ചിന്തിച്ച് നമ്മൾ ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള പ്രാപ്തി ഇതിനുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചാറ്റ് GPTയിലോ ജെമിനിയിലോ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടൂള് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഈ പറയുന്ന കണക്കെടുക്കുക. കോവിഡിനെ 2025 കോവിഡ്, ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്ക് തരിക, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് തരിക, അത് കൊടുക്കുക. 2, നമ്മൾ ഈ ഇൻഫോഗ്രാഫിക്സും ഗ്രാഫും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇപ്പൊ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പൈ ചാർട്ട്, ബാർ ചാർട്ട്, അങ്ങനെയൊക്കെ ഉള്ള ചാർട്ടുകൾ ഉണ്ടാക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് ജെമിനിയും ചാറ്റ് GPTയാണ്. അവർ ചാർട്ടുകളുണ്ട്, നല്ല രീതിയിൽ ചാർട്ട് ഉണ്ടാക്കി തരും. പക്ഷെ ഇത് ഇൻഫോഗ്രാഫ്സ്, ഒരു ചിത്രീകരണത്തിനാണ് അതിനകത്തുള്ള ഒരു പ്രാധാന്യം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറയാമോ? പെട്ടെന്ന്, നമുക്ക് തന്നെ സമയം ആയി, ഇനി 7 മിനിറ്റേ ഉള്ളൂ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ആരെങ്കിലും ഒരാൾ പറയോ? എന്തെങ്കിലും വായി തോന്നുന്നു, എന്തെങ്കിലും പറയൂ. സാറ് പോയോ? മണിക്കർ സാറുണ്ടോ? സുജാത ടി, നമ്മളെ ഒലീന മേഡം അല്ലേ? പരിസ്ഥിതി സംരക്ഷണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും മാലിന്യരഹിത കേരളം ഒന്ന് നോക്കി കൊടുക്കാം. പരിസ്ഥിതി മാലിന്യരഹിതമായ കേരളം, മനോഹരമായ മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ മനോഹരമായ കേരളം. ഈ റിവർട്ടിന് കേരളം എന്നൊക്കെ അറിയാമോ എന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് കൊടുത്തപ്പോ അതിനകത്തൊരു തെറ്റ് പറ്റി. നമ്മളെ പ്രിവ്യൂ നമുക്കൊരു ഇമേജ് മതി, നോക്കാം. ജനറേറ്റിംഗ് ഇമേജ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്തു, എന്താണ് ജനറേറ്റ് ചെയ്തതെന്ന് ഞാൻ ഷെയർ ചെയ്തോ.
നമുക്ക് അതിന് കൃത്യമായിട്ട് നമുക്ക് മലയാളം ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടൊക്കെയാണ് ഈ രീതിയിലേക്ക് വന്നത്. 2 ചിത്രങ്ങൾ അത് ജനറേറ്റ് ചെയ്ത് തന്നു ഉടൻ തന്നെ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുക്കും. നമുക്ക് ഇങ്ങനെ അല്ല ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഇൻഫർമേഷൻ, കുറച്ച് ഇൻഫർമേഷൻ വേണം. ഒരു ഇൻഫർമേഷൻ അല്ല, ഒന്നിലധികം ഇൻഫർമേഷനുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ് ആയിരിക്കണം. ക്യാൻസർ ഫ്രീ കേരള അതൊക്കെ ഞാന് നമ്മള് ഇതിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ തുടക്കം മുതലേ പ്രോബ്ലത്തെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിലിംഗ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മാലിന്യരഹിത കേരളം എന്നും ക്യാൻസർ ഫ്രീ കേരളം എന്നൊക്കെ പറയുന്നത് കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റിനെ ഡീറ്റെയിൽ ചെയ്യണം. കേരളത്തിലെ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് നമ്മൾ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ അത് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച്. സർ ജെമിനിയിലും ഇതെല്ലാം ഈസി ആയിട്ട് കിട്ടുമല്ലോ സർ. ഏത് ഈ ഇൻഫർമേഷൻസ് എല്ലാം? അതെ, ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നതാണ്. ഇൻഫർമേഷൻ അല്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതിന് പിക്ചർ എന്നുള്ളതല്ല സാർ ഇതിനകത്ത്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഇൻഫർമേഷനെ അത് ഒരു എഡ്യൂക്കേഷൻ ടൂൾ പോലെ ഡെവലപ്പ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതും ഒരു മാലിന്യരഹിതത്തിന് 2 ബിന്നൊക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മലയാളത്തിൽ കേരള അല്ല, ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഇതാ കൃത്യമായിട്ട് വന്നു. ഇതാണ് ഇൻഫോഗ്രാഫിക്സ്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഇൻഫോഗ്രാഫിക്സ്. നമ്മൾ ഇതിന് ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷ്യ സാധനങ്ങൾ എന്താണ് ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ വെച്ചുകൊണ്ട് വളരെ ഞൊടിയിടയിൽ നമുക്കൊരു ഇതാണ് ഇൻഫോഗ്രാഫിക്സ്. PPT ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. PPT ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ സ്ലൈഡുകൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ കോപ്പി ചെയ്ത് പവർ പോയിന്റിൽ പേസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ PPTക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ എടുത്ത് നമ്മൾ ഇതിൽ കൊടുക്കുന്നു, അതിനെ കോപ്പി ചെയ്ത് PPTയിൽ കൊടുക്കുന്നു, ഡൗൺലോഡ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. നമ്മൾ ഫയൽ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. കണ്ടോ, നല്ല രസമുള്ള ഒരു സാധനം. നിമിഷ നേരം കൊണ്ട് അത് തയ്യാറാക്കിയത്. ഫുഡ് ദാറ്റ് കേസസ് ക്യാൻസർ, ഹൗ ടു അവോയ്ഡ് ദം. അപ്പൊ അവോയ്ഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇപ്പുറത്ത് വന്നു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു ടേബിളില് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ പൈസ ചോദിക്കോ സാറേ? ഇല്ല, ഇത് ഫ്രീ ആണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ പൈസ ചോദിക്കില്ല, ഫ്രീ ആണ്. അപ്പൊ പൈസ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ചെറുത് ജനറേറ്റ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനുള്ള മാർഗം നമ്മൾ പറഞ്ഞു തന്നല്ലോ. സ്റ്റിപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്സ്കെയിൽ ചെയ്താൽ. ഓക്കെ, ഇത് വളരെ ഇപ്പോ നമുക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്ന രംഗവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ റവേക്ക. ഓക്കെ, ഉപയോഗിക്കാമല്ലോ. preview.rive.art. ഇനി നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. ഈ 1 മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വളരെ ഗംഭീരമായ രീതിയിൽ ലേഖനങ്ങളൊക്കെ എഴുതണ്ടേ. AI എഴുതുന്ന പോലെയല്ല, മനുഷ്യൻ എഴുതുന്നത് പോലെ ലേഖനം എഴുതണം. അങ്ങനെ ലേഖനം എഴുതി തരുന്ന ഒരു ടൂളുണ്ട്. അപ്പൊ ലേഖനം എഴുതുമ്പോ
നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലിയിൽ ആണ് ലേഖനം വേണ്ടതെങ്കിൽ നമുക്കൊക്കെ ഓരോ ശൈലിയുണ്ട്, ഭാഷാ ശൈലിയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ശൈലിയിലുള്ള ഒരു ലേഖനമാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണം. ആ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്ലോഗിൽ നിങ്ങളുടെ ലേഖനങ്ങൾ 2-3 നിങ്ങളുടെ ശൈലിയിൽ, നിങ്ങൾ നല്ല ഭാഷയിൽ എഴുതിയ 2-3 നിങ്ങളുടേതായ രീതിയിൽ എഴുതിയ ലേഖനങ്ങൾ ആ ബ്ലോഗിൽ ഇടുക. ആ ബ്ലോഗിൽ ഇട്ടതിന് ശേഷം ഇനി നമ്മളിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആ വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത് app.app app.hypertext hypertext.ai app.hypertext.com .ai ഞാനത് ഷെയർ ചെയ്തില്ല. അപ്പോ ഇതില് ഈ app.hypertext.ai ഇതില് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ബ്ലോഗ് അതല്ല എങ്കിൽ നിങ്ങൾ ആരാധനയോടെ കാണുന്ന ഒരു സാഹിത്യകാരന്റെ MT പോലെ എഴുതണമെങ്കിൽ MTയുടെ കഥകളുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് കോപ്പി എടുത്തിട്ടാണ് MTയുടെ ശൈലിയിൽ നിങ്ങൾ അപ്പൊ ആരുടെ ശൈലിയിൽ വേണമെന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബ്ലോഗുകളൊക്കെ വായിക്കുന്ന ആൾ അല്ലെങ്കിൽ ലേഖനങ്ങളൊക്കെ വായിക്കുന്ന ആൾ ഇന്നയാളുടെ ലേഖനങ്ങൾ, ഇന്നയാളുടെ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ആ ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ ബ്ലോഗിന്റെയോ വെബ്സൈറ്റിന്റെയോ സൈറ്റ് അഡ്രസ് എടുത്ത് കൊടുത്താൽ മതി. ആ സൈറ്റ് അഡ്രസ്സിൽ പോയി അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ രീതിശാസ്ത്രം, എഴുത്ത്, അതിനകത്തുള്ള ആ ക്രാഫ്റ്റ് ഒക്കെ നിമിഷ നേരം കൊണ്ട് ആര് പഠിക്കും? ഈ സാധനം പഠിക്കും, ഈ ഹൈപ്പർ ടെക്സ്റ്റ് പഠിക്കും. പഠിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യം നമുക്ക് അതിഗംഭീരമായ രീതി അതാണ് ഇതിന്റെ രീതി. ക്രിയേറ്റ് ആർട്ടിക്കിൾ ഇതിന് മുമ്പ് ഈ പേജിന് മുമ്പ് ഉള്ള പേജുകളിലാണ് അത് വരുന്നത്. അവിടെ നമ്മൾ അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ക്രിയേറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നു. ആർട്ടിക്കിൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിക്ക് കൊടുക്കണം. ടാർഗറ്റ് ഓഡിയൻസ് ആർക്ക്? അതാണ് നമ്മൾ ചുമ്മാ ChatGPT ജെമിനിയിൽ ഒരു പുഴയെ കുറിച്ച് ഒരു കവിത എഴുതി തരാൻ പറയുമ്പോൾ ഒരു പുഴയെ കുറിച്ച് കവിത എഴുതി തരും. ഇത് അങ്ങനെയല്ല, ഇത് വളരെ ഡീറ്റെയിൽ, നമ്മള് ഡീറ്റെയിൽ തിയറി നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ടോപ്പിക് കൊടുക്കുന്നു. അതിന് ആർക്ക്? നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സാഹിത്യ നിരൂപണമാണ്, അത് സാഹിത്യകാരന്മാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള, അത് സാഹിത്യകാരന്മാരെ ടാർഗറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അതിന്റെ സെക്കൻഡറി കീവേഡ്സ്, കോമാസ് അത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതൊക്കെ കൊടുത്ത് അഡീഷണൽ കസ്റ്റം ഇൻസ്ട്രക്ഷൻ, എങ്ങനെ എഴുതണം എന്നുള്ളത്, ഏത് രീതിയിൽ എഴുതണം. നമ്മൾ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതിന് പുറമെ അതിനെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് രീതിയിലുള്ളത്. പിന്നെ ആർട്ടിക്കിൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാം. ഇനി സെലക്ട് റൈറ്റിംഗ് സ്റ്റൈല്, ഇവിടെ നമുക്ക് ശൈലി ഡിഫാൾട്ട് ശൈലിയാണ്. അപ്പൊ ഫ്രീ ആയതുകൊണ്ട് ഡിഫാൾട്ട് ശൈലി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എത്ര 1000, 1250, 4500 വരെയുള്ള വാക്കുകൾ, 750 മുതൽ 4550 വരെയുള്ള വാക്കുകൾ വേർഡാണ്, അക്ഷരങ്ങളല്ല, ക്യാരക്ടർ അല്ല. 4500 വാക്കുകൾ വരെയുള്ള എഴുതാം. അപ്പൊ നമുക്ക് 1500 വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് കൂടുതലുണ്ടെങ്കിൽ പൈസ കൊടുക്കും. നമുക്ക് 1500 2ആയിട്ട് എഴുതാമല്ലോ. പിന്നെ ജനറേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാര്യം ജനറേറ്റ് ചെയ്ത് തരും. ടോപ്പിക്ക് മാത്രം കൊടുത്താൽ മതി. ടോപ്പിക്ക്, ഓഡിയൻസ്, എന്തൊക്കെയാണ് വേണ്ടത്, റൈറ്റ്. ഇപ്പൊ ഒരു ലേഖന കഥയാണ് എഴുതുന്നതെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്യാം. നായിക ഇന്നയാള്, നായകൻ ഇന്നയാളെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രൊപ്പോസ് ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കാമല്ലോ. സർ ഒന്നുകൂടെ ആ ലിങ്ക് ഒന്ന് പറയൂ സർ. പറഞ്ഞു തരാം. ലേഖനാണെങ്കിൽ ലേഖനം, അല്ലെങ്കിൽ ലേഖനം
അല്ല അത് സെലക്ട് ചെയ്യണോ സെലക്ട് ചെയ്യണോ അതില് സാർ അതിൽ സെലക്ട് ചെയ്യണോ ലേഖനം എന്നുള്ള ലേഖനം എന്ന് പറഞ്ഞാൽ മതി. ടാർഗറ്റ് ഓഡിയൻസ് ടോപ്പിക് കൊടുത്ത് ലേഖനമാണെങ്കിൽ ലേഖനം എന്ന് എഴുതണം. യുദ്ധഭീഷണി ഏഷ്യൻ മേഖലയെ അസ്വസ്ഥമാക്കുന്നു എന്നിട്ട് ലേഖനം, എന്റെ ബാക്കറ്റ് ലേഖനം എന്ന് കൊടുക്കുക. ഓക്കെ സർ, ഇതൊക്കെ നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിലൊക്കെ ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം സാധനമാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോ നിങ്ങൾക്ക് പ്രസ്സിൽ കൊടുത്ത് നിങ്ങളുടെ ഫോട്ടോ വെച്ച് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുക. ആരും വന്ന് ചോദിക്കണം. ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു സംശയം സുനോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോങ്സ് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സുനോ AI ജനറേറ്റ് ചെയ്യുന്ന ഏത് സാധനത്തിന്റെ ഉടമസ്ഥാവകാശം ജനറേറ്റ് ചെയ്യുന്ന ആളിനാണ്. സുനോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, അതുപോലത്തെ വേറൊരു പാട്ട് വേറൊരാൾ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതിന് തടസ്സമില്ല അല്ലെ? ഒരു തടസ്സമില്ല. സുനോയിൽ ചെയ്തതാണെന്ന് പറയാതിരുന്നാൽ മതി. നമ്മള് പിന്നെ ആഹാരമൊക്കെ വെച്ചിട്ട് അരി ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചത്, ഇറച്ചി ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത്, പച്ചക്കറി ഇന്നടത്ത് നിന്ന് വാങ്ങിച്ചതെന്നൊന്നും ആരുടെയും പറയില്ലല്ലോ, അല്ലേ? അത് നമ്മുടേതാ. നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ, അതുകൊണ്ടാണ് ഇതിന് ആയുധം എന്ന് പറയുന്നത്. ടൂൾ അല്ലേ? മീന് പിന്നെ പൊരിച്ച് വെച്ചിട്ട് പിച്ചാത്തി, ഈ പിച്ചാത്തി കൊണ്ടാണ് മീന് വെട്ടിയതെന്ന് നമ്മൾ കാണിക്കൂല. അതുപോലെ ഒരു ടൂള് മാത്രമാണ് ഈ സാധനങ്ങൾ. കോമ്പറ്റീഷൻ അയച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ അയക്കാൻ പറ്റും. നിങ്ങൾ AI ചെക്കർ ഉപയോഗിച്ച് AI ചെക്കർ ടൂളിൽ കയറ്റിയിട്ട് AI ചെക്ക് ചെയ്യുന്ന സാധനം അതിൽ 20% താഴെയാണ് എങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അയക്കാം. അല്ലെങ്കിൽ ഈ കിട്ടുന്ന കോമ്പറ്റീഷൻ ഇനിയിപ്പോ എന്തായാലും ലേഖന മത്സരത്തിന്റെ ഒന്നും കോമ്പറ്റീഷൻ വരില്ല ഈ AI വന്നത് കാരണം. ലേഖനത്തിന് വരത്തില്ല, പക്ഷെ മ്യൂസിക് എപ്പോഴും ഈസി ആയിട്ട് അത് ട്രേസ് ചെയ്യാൻ പറ്റും സാർ. ഈ നമ്മുടെ സുനോയില് തീർച്ചയായിട്ടും പറ്റും. മ്യൂസിക്കില് 2-3 കമ്പനികൾ മാത്രമേ ഉള്ളൂ, അവർക്കാണ് കുത്തക. അപ്പൊ ഈ മ്യൂസിക് AI ജനറേറ്റ് ചെയ്തതാണോ എന്നുള്ള മ്യൂസിക് ചെക്കറിനുള്ള സംവിധാനം പോലും ഇല്ല. അപ്പൊ അത് അല്ലാതെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും സന്തോഷം. നമ്മൾ ഇന്ന് വേറെയും കുറച്ച് ടൂളുകളൊക്കെ അവസാനം പറഞ്ഞ അതിന്റെ ഒന്ന് എന്താ പറയാ സൈറ്റിന്റെ ഐഡിയ പറയാം. ഒന്ന് ആപ്പ്, APP ഹൈപ്പർ ടെക്സ്റ്റ്, HYPERTXT ഹൈപ്പർ ടെക്സ്റ്റ് ആണല്ലേ? ടെക്സ്റ്റിന്റെ ടെക്സ്റ്റ് എഴുതുമ്പോ ശ്രദ്ധിക്കുക, ഈ വരരുത്, TXT ആണ്. ഈ ഇടയ്ക്ക് വരരുത്. HYPER ഹൈപ്പർ ടെക്സ്റ്റിന് TXT ഉള്ളൂ, ഈ ഇല്ല. ടെക്സ്റ്റ് എന്ന് എഴുതരുത്. .ai ആപ്പ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ട്. ഞാൻ ഈ ഇതിപ്പോ നിങ്ങൾക്ക് കാണാമോ? ഇപ്പൊ കാണാമല്ലോ, ഇതാ ഉണ്ടല്ലേ, ഇതാ ഇരിക്കുന്നു. app.hypertext.ai. ഓക്കെ, അപ്പോ നമുക്ക് ഇനിയും ഇതുപോലെ ഉള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലാസ്സുകൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സുകൾ തുടരണമെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അടുത്ത ബാച്ച് 5ാമത്തെ ബാച്ചാണ്. ഒരു ലാഭകരമല്ലെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് പോണമെങ്കിൽ ഒരു 10-30 പേരെങ്കിലും മിനിമം വേണം. അതായാലും പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഒരു 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. കുറെ പേരേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ സ്പോൺസർ ചെയ്യണം. പിന്നെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നവര് ജോയിൻ ചെയ്യിപ്പിക്കുക, ഷെയർ ചെയ്യുക. നമ്മള്
ശനിയാഴ്ച എന്തായാലും വിജയകുമാർ സാറ് ഒരു ഇത് പറഞ്ഞു. പക്ഷെ നമുക്ക് 200 പേരെ നമ്മൾ അറിയിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ശനിയാഴ്ച നമ്മൾ വെച്ച വേറൊരു ദിവസം കൂടെ വെക്കാം. എൻട്രി ചെയ്യാം. ഓക്കെ ഓക്കെ. ഒരു ക്ലാസ് കൂടെ വയ്ക്കാം. കാരണം വിജയകുമാർ സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ചിലപ്പോ കുറെ പേർക്ക് കാണാൻ പറ്റാതെ വരും. അവർക്ക് നമുക്ക് വേറൊരു ക്ലാസ് കൂടെ വയ്ക്കാം. ഓക്കെ. ശ്രീ പങ്കജാക്ഷനും കൂടി ഉള്ളത് കാരണം ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നമസ്കാരം. എന്റെ ജലേഷിന്റെ വൈഫാണ് പാർവതി ഹിയർ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട് ഓൺലൈൻ കോഴ്സസിനെ പറ്റിയിട്ട്. അപ്പം യൂണിവേഴ്സിറ്റി ഓഫ് സറേന്നാണ് ചെയ്യുന്നത് ഓൺലൈൻ കോഴ്സിന്റെ. ഞാൻ നോക്കുന്നത് ഈ ലേണേഴ്സിന്റെ മോട്ടിവേഷൻ ആണ്, അഡൽട്ട് ലേണേഴ്സിന്റെ മോട്ടിവേഷൻ ആണ് ഞാൻ സ്റ്റഡി നോക്കുന്നത്. അപ്പം അത് ഈ പാർട്ടിസിപ്പൻസിനെ, ഈ കോഴ്സിന്റെ പാർട്ടിസിപ്പൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിരുന്നു. ഈ സ്റ്റഡിക്ക് 2 സർവേ ഉണ്ട്. ഒന്ന് കോഴ്സ് തുടങ്ങുമ്പോഴും, ഓൺലൈൻ കോഴ്സ് തുടങ്ങുമ്പോഴും, ഒരെണ്ണം തീരാറാവുമ്പോഴും. അപ്പം 2 സർവേ ആണ് ഞാൻ എന്റെ സ്റ്റഡിയിൽ എനിക്ക് ആവശ്യം. അപ്പൊ അത് ഈ സ്റ്റഡിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിരുന്നു. നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. നമുക്കൊരു അംഗീകാരം കൂടെയാണ്. മാഡം ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? യൂണിവേഴ്സിറ്റി ഓഫ് സറേയുടെ. യൂണിവേഴ്സിറ്റി ഓഫ് സറേ. ഇംഗ്ലണ്ടില്, യുകെയില്. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി നമ്മുടെ കോഴ്സിനെ കുറിച്ച് പഠനം നടത്തുന്നതാണെങ്കിലും പറയാം. അത് അക്നോളജ് ചെയ്യാം. ഞാൻ എന്റെ സ്റ്റഡിയിൽ ഞാനത് അക്നോളജ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്കൊരു നല്ല കാര്യമാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സാറേ. പക്ഷെ സാർ തീർച്ചയായിട്ടും ഞാൻ വേറൊന്നും നോക്കുന്നില്ല. ഇപ്പം ആരാണ് പഠിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ കോഴ്സ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നോ അങ്ങനെ ഒന്നും ഞാൻ നോക്കുന്നില്ല. അല്ല, അതൊക്കെ നോക്കിയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അതൊക്കെ കൂടിയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമല്ല എങ്കിലും നിങ്ങളുടെ നിരീക്ഷണമെങ്കിലും ഞങ്ങൾ അറിയിക്കണം. ഓക്കെ. പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും എടുക്കുന്നില്ല. പറയും. അതായത് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നവർ എത്രമാത്രം അതിൽ ഇൻവോൾവ് ആവുന്നു, എത്രമാത്രം അവരിലേക്ക് അത് എത്തിച്ചേരുന്നു, എത്രമാത്രം അവരെ ഉൾക്കൊള്ളുന്നു, ഇതാണോ താങ്കളുടെ റിസർച്ചിന്റെ കണ്ടന്റ്? ഏകദേശം അതാണ്. ലൈക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ 2 സർവേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒന്ന്, എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്, ആ ഒരു ചോദ്യമുണ്ട്. പിന്നെ അവസാനം വന്നിട്ട് രണ്ടാമത്തെ സർവേ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് വൈ ഡിഡ് യു കണ്ടിന്യൂ, ഞാൻ ആ കണ്ടിന്യൂവൻസ് ആണ് നോക്കുന്നത്. എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തു, അത് എന്ത് കാരണം, സർട്ടിഫിക്കറ്റിനാണോ അതോ നമ്മുടെ ഓൺ നമ്മളെ നല്ല സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണോ, നമുക്ക് യു വോണ്ട് ടു തനത്താനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് യു ജസ്റ്റ് വോണ്ട് ടു കീപ് ഓൺ ഇംപ്രൂവിങ് യുവർ സെൽഫ്, അതിനാണോ, സ്കിൽ ഡെവലപ്മെന്റ് ആണോ? അതപ്പോ എന്തുകൊണ്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള ആ ചോദ്യം അവസാനത്തെ സർവേയിലുണ്ട്. അപ്പൊ ആദ്യം എന്തുകൊണ്ട് ജോയിൻ ചെയ്തു, രണ്ടാമത്തെ സർവേയിൽ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇതാണ് എന്റെ ബേസ് ഓഫ് ദി ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ. സാർ, ഞാൻ 2 പേർക്കും അപ്പം അച്ഛനും അമ്മ എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല. ഞാൻ സാറിന് കോഴ്സ് ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം നേരിട്ട് ഞാൻ അയച്ചു തരാം. ബിക്കോസ് അച്ഛനും അമ്മ എന്ന് പറയുമ്പം ഈ സർവേയുടെ പാർട്ടിസിപ്പൻസ് ആയി പോകത്തില്ല. അതുകൊണ്ട് ഐ കനോട്ട് ഗോ ത്രൂ ദം. ഞാൻ ആരാണ്, ഐ വിൽ സെൻഡ് ഇറ്റ് ഡയറക്ട്ലി ടു യു. അതുകൊണ്ടാണ് ഐ കാൻ ഗോ, ജസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അതുകൊണ്ട് വേറൊന്നും കൊണ്ടല്ല. ഐ ക്യാൻ സെൻഡ് ഇറ്റ് യു ഡയറക്ട്ലി. അപ്പം thank you. I'm really happy.
ആ Yeah, that's a good idea. ഓക്കെ സർ. അപ്പം yeah. ഇന്ന് വായനാ ദിനമാണ്. IT മേഖലയിലെ അറിയാമല്ലോ, IT മേഖലയിലെ AI എങ്ങനെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാം എന്നതിൽ തീവ്ര ശ്രമം നടത്തുന്ന പങ്കജാക്ഷൻ സാറിനും സജി സാറും നാളെ PN പണിക്കരെ പോലെ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. പോപ്പുലാരിറ്റിയൊക്കെ ഒരു പാർവതി എന്ന് പറയാം സർ. പാർവതി. ഭാഗ്യം എന്റെയാണ് സർ. ഭാഗ്യം തീർച്ചയായിട്ടും എന്റെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പിനെ എനിക്ക് സ്റ്റഡി ചെയ്യാൻ കിട്ടിയില്ല. അത് ഭാഗ്യം തീർച്ചയായിട്ടും എന്റെയാണ്. താങ്ക് യു സർ. തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന. ഉണ്ട് പറയട്ടെ. അതെ, അടുത്ത ബാച്ചിൽ ഞാൻ ഒന്നും കൂടി ചേരും. കാരണം പുതിയ ടൂളൊക്കെ ഇങ്ങനെ പുതിയ ബാച്ചിൽ പറയുന്നുണ്ട് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ അതൊക്കെ പിന്നെ വിട്ടുപോയി സാർ. ഫാക്കൽറ്റീസ് ആണ്. എന്തായാലും ഇനി കുറച്ച് ആളുകളെ ഞാൻ ചേർത്ത് തരാം. ടീച്ചറെ, നമ്മള് ഇപ്പൊ 4 ബാച്ചായി. 4 ബാച്ചിന് 4 കാര്യങ്ങളാണ് ആവർത്തിച്ചിട്ട് വന്നാൽ 10% വരുള്ളൂ. 10-20%. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 4 ബാച്ചിൽ പുതിയ സിലബസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതെ. എന്തായാലും ഞാൻ എന്തായാലും അടുത്ത ബാച്ചിൽ ഒന്നും കൂടി ചേരാം. എന്നെ അറിയുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു. ഞാൻ എന്നാ പറയാ, ഞാൻ സുജാതയാണ്. ഞാൻ റിട്ടയർഡ് വിമൻസ് വെൽഫെയർ ഓഫീസറാണ്. അതിലുപരി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഒലീന എന്ന് പറഞ്ഞ സൊസൈറ്റിന്റെ ചെയർപേഴ്സൺ ആണ്. ഞങ്ങൾ ഓൾ ഓവർ കേരള വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു വനിതാ ഗ്രൂപ്പാണ്. ഇപ്പൊ ഞാൻ കാസർഗോഡ് ജില്ലയില് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ
ഒരു പുതിയ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റ് തുടങ്ങിയിട്ട് 2015-16 തുടങ്ങിയതാണ്. പക്ഷെ അതിപ്പം ഞങ്ങൾ ആ റീസൈക്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഗ്രാനുൾസ് ഉണ്ടാക്കി അഗ്രികൾച്ചർ പൈപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മുഴുവനായി സോളാർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് മോണിറ്റർ ചെയ്യാൻ ഇതിൽ 7 പഞ്ചായത്താണ് ഇൻവോൾവ് ആവുന്നത്. 7 പഞ്ചായത്തെ വേസ്റ്റ് ആണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. അപ്പൊ 7 പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഡിവൈസും അതോടൊപ്പം തന്നെ MCF-ൽ ഓരോ പഞ്ചായത്തിനുമുള്ള കളക്ഷൻ സെന്ററുകളിൽ CCTV-യും വെച്ച് CC ക്യാമറയും വെച്ച് മോണിറ്റർ ചെയ്യാനും അതത് പഞ്ചായത്തിന് അതത് മാസത്തെ റിപ്പോർട്ടുകൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള IT സംവിധാനത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. തുടങ്ങി കഴിയുമ്പോൾ, അതായത് തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവരെയും ക്ഷണിക്കും, നിങ്ങൾക്ക് വന്നിട്ട് കാണാം. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ, അതായത് സോളാർ പാനലും അതുപോലെ തന്നെ IT-യും അതുപോലെ തെർമൽ ഫർണസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ്. ഇതിന്റെ വലിയൊരു സ്വപ്നമാണ്. 2 കൊല്ലമായിട്ട് ഇതിന്റെ പിന്നാലെ നടന്ന് ഇപ്പൊ ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി ഞാൻ സാജു സാറിന്റെയും അതുപോലെ തന്നെ നമ്മളെ പങ്കജാക്ഷ സാറിന്റെ ഒക്കെ എളിയ ഒരു സ്റ്റുഡന്റും കൂടിയാണ്. ഓക്കെ, കോഴിക്കോടാണ് താമസം. 63, 28. അതെ, അല്ല സോളാർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ്. ഞാൻ സോളാർ ഇൻഡസ്ട്രിയില് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്റെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു. സജീവൻ സാറല്ല, ഞാൻ നമ്പർ കളക്ട് ചെയ്യാം സാർ. ഞാൻ എന്തായാലും വിളിക്കാം. കാരണം അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല. എന്നാലും ഉള്ള അറിവ് വെച്ച് ചോദിച്ചും പിടിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ഗവൺമെന്റിന്റെ മുന്നിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം എന്തായാലും ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട. ഓക്കെ, I'll write it. Yeah. Okay. എന്നെ ഈ കോഴ്സിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത് പങ്കജാക്ഷ സാറാണ്. ഞാൻ ചോദിച്ചു, സാർ എനിക്ക് വെളിങ്ങനെ ഒന്നും അറിയില്ല, ഞാൻ 63 വയസ്സായ ഒരു സ്ത്രീയാണ്, എനിക്ക് 63 ഒരു വയസ്സല്ലല്ലോ. അല്ല, അപ്പൊ എന്നോട് പറഞ്ഞു സുജാത എന്തായാലും ചെയ്തു. ചേർന്നതിനെ കൊണ്ട് എന്താ അറിയോ, നമുക്ക് ഇതൊക്കെ പഠിക്കാൻ കഴിയുന്നു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് പെട്ടെന്നൊക്കെ വിട്ടുപോകും. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയി പിന്നെയും പഠിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അടുത്ത ബാച്ചിലാവും ഞാൻ ചേരും. എന്നെ അറിയുന്ന കുറെ ആളുകളുണ്ട്, അവരെയും കൂടി ചേർക്കാം. എന്തായാലും ഈ ഗ്രൂപ്പ് വളരെയേറെ നല്ലൊരു ഗ്രൂപ്പാണ്. കാരണം ഇതിലെല്ലാവർക്കും ഓരോ ഒരു ഉദ്ദേശ ലക്ഷ്യമുള്ളൂ. മീൻസ് പല കാര്യങ്ങളും പറയാതെ ഈ AI മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയും കൂടി ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എനിക്ക് സാജു സാർ എടുത്തു തരാറ്. അപ്പൊ നമുക്ക് അതെങ്ങനെ നമ്മളെ ഏരിയയിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നത് കൂടി നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തുകയാണ്. സാജു സാറിന് ഒരുപാട് നന്ദി, സന്തോഷം ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു മനസ്സുണ്ടാവുക പറഞ്ഞാൽ തന്നെ വലിയതാണ്. സുജാത ചേച്ചി, ഒരു കാര്യം കൂടി, കേരളത്തിലുടനീളമുള്ള ബന്ധങ്ങളുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ബേസില് ചേച്ചിയുടെ കേരളത്തില് കുറച്ച് ആൾക്കാര് അതിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇതിടാം, ഇതിന്റെ ഇതിട്ടേക്കാം, പരസ്യം ഇട്ടേക്കാം. പിന്നെ എന്നറിയുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ വിളിച്ച് പറയും. അതെ, മെസ്സേജ് ഇട്ടാൽ മാത്രം വരെ. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. എനിക്കിപ്പോ ഞാൻ അതേപോലെ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഏതാണ്ട് 18 മുനിസിപ്പാലിറ്റിയിൽ ഒരേ സമയം സർവേ നടത്തിയതാണ്. അപ്പൊ അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, ഈ AI-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ പങ്കജാക്ഷൻ സാർ ഇത് AI-യുമായി ബന്ധപ്പെട്ട കോഴ്സ് തുടങ്ങിയപ്പോൾ നമ്മളെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ മുഴുവൻ അറ്റൻഡൻസ് പിറ്റേ ദിവസം ഇടുന്ന കാണാം. അപ്പൊ ഞാൻ പറയാം, എനിക്ക് അന്ന് അത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ 18 മുനിസിപ്പാലിറ്റിയിൽ ഒരേ സമയം 18 ഹരിതകർമ്മസേന അംഗങ്ങളെയും ഒരു കോർഡിനേറ്ററെയും വെച്ചിട്ട് സർവേ നടത്തിയ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഈ അറിവ് അന്നുണ്ടായിരുന്ന ഞാൻ ഇവരുടെയൊക്കെ അറ്റൻഡൻസ് ഞെട്ടിക്കുമായിരുന്നു. മീൻസ് ഈ 8 ഓരോ മുനിസിപ്പാലിറ്റി 8 സ്ത്രീകൾ 8 ഭാഗത്ത് പോയി സർവേ നടത്തുക. അപ്പൊ അവരുടെ അറ്റൻഡൻസ് അതാത് ദിവസം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ സത്യത്തിൽ ഇത് നല്ലൊരു കാര്യമായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളുടെ സ്റ്റാഫും പല ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ അവരുടെ അറ്റൻഡൻസ് ഒക്കെ എടുക്കാൻ പറ്റും സാർ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ സാറിന്? അപ്പൊ ഏതായാലും എല്ലാ ബാച്ചിലും ചേർന്ന് പഠിക്കാം, എന്നാ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതെത്തിക്കാം സാർ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞാൽ മതി. ഞാൻ പഠിത്തു പോകുന്നുണ്ട്.
ചെയ്തു തരാം. ഞാനിപ്പോ അടുത്ത് പോകുന്നുണ്ട്. മീൻസ് ഇപ്പൊ വേസ്റ്റ് കളക്ഷനുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് കാശ് കിട്ടണം. യൂസർ ഫീ ഇങ്ങോട്ട് തരുന്നതിനോടൊപ്പം തന്നെ വീട്ടിലുള്ള വേസ്റ്റ് വാല്യൂ വേസ്റ്റിന്റെ ഉടമ എന്റെ വേസ്റ്റ് എന്റെ ഉത്തരവാദിത്വം പറയുമ്പോ എന്റെ വേസ്റ്റിന്റെ വാല്യൂ എനിക്ക് കിട്ടണം എന്നുള്ള മുദ്രാവാക്യമാക്കി മാറ്റാൻ പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഇത് കേരളത്തിൽ ഞങ്ങള് ഈ കാഞ്ഞങ്ങാടില് 7 പഞ്ചായത്തിലും പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. വീട്ടുകാർക്ക് അങ്ങോട്ടൊരു വരുമാനം ഈ വേസ്റ്റ് മുഖേന ഉണ്ടാകുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്രസന്റേഷൻ സാറിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം സാറും കൂടി എന്റെ കൂടെ വന്നാൽ മതി. അല്ല യെസ്, ഇപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രവും ഇങ്ങനെ ഒരു സംഘടനയൊക്കെ ഉള്ള കാര്യം പറയാം, എന്തായാലും പറയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഞാൻ സാജി സാറിനോടും കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു സാർ. നമ്മള് 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് AI ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ലെവലിലുള്ള ഇംഗ്ലീഷ് എന്താ IETO അങ്ങനെയുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. 3ാം ക്ലാസ് മുതൽ +2 വരെ സർക്കാർ സ്കൂളുകളിൽ അതിന് ഒരു അരമണിക്കൂർ ഒരു ദിവസം കിട്ടുന്ന വിധത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ആ AI മുഖേനയുള്ള പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ആപ്പിൽ അവരുടെ സംസാരത്തിൽ നിന്ന് അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സിംറ്റംസ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി വെച്ചാൽ ഇത് ഒരാൾ അറിയാതെ തന്നെ ആ കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അതറൈസ്ഡ് പേഴ്സൺസിന്, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സിലോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലോ ഇന്റിമേഷൻ കിട്ടുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ AI വരുന്ന പുറത്തുള്ള ടീമാണ്. അപ്പൊ അവരെടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ടെക്നിക്കലായിട്ട് കൂടുതൽ ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു സാജി സാറിനെയും പങ്കജ സാറിനെയും ഒക്കെ ഒന്ന് ഇരുത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നെക്കാൾ കൂടുതൽ ഈ AI ഒക്കെ അറിയുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഈ മാസം അവസാനം അവര് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ പങ്കജ സാറും സാജി സാറൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ടീച്ചർ പറഞ്ഞത് അതിഗംഭീരമായ ഒരു ആശയമാണ്. ഇത് AI ഉപയോഗിച്ച് പ്രായോഗികമായി ചെയ്യാം. ഇതൊരു നമ്മൾ ഈ പറയുന്ന AI അല്ല, ഇത് AIയുടെ അതിന്റെ ഒരു ഡീപ് ലേണിങ്ങും അതിന്റെ ടെക്നിക്കൽ വശത്ത് വരുന്ന ഒരു ഇതാണ്. അത് സാധ്യമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. എന്തായാലും പ്രാഥമികമായിട്ട് സംസാരിച്ചു. അത് നമ്മളെ 24 റിപ്പോർട്ടർ ഒരു പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. അത് 23-ാം തീയതി അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമിതി വിളിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ നമ്മളെ ഈ ലഹരി ഉപയോഗം എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ ഇല്ല കുട്ടികളുടെ ഇടയിൽ. അപ്പൊ ഈ ഒരു സമിതി സ്റ്റേറ്റിൽ നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്കൊരു സമിതി ക്രിയേറ്റ് ചെയ്യണം സർക്കാർ തലത്തിൽ. അത് ഹെൽത്ത് ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഉണ്ടാവും, പിന്നെ നമ്മളെ ഇവരുണ്ടല്ലോ മറ്റേ എന്താണ് അവരെ ഇവരെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ടാവും. അപ്പൊ അതോടൊപ്പം ഇതെങ്ങനെ പ്രായോഗികമായിട്ട് ഓരോ സ്കൂളുകളിലുള്ളതും നമുക്ക് ക്യാച്ച് ചെയ്തെടുത്ത് അതിലുള്ള ആ കുട്ടീനെ ഉപയോഗിക്കുന്ന കുട്ടീനെ യാതൊരു വ്യക്തിഹത്യയോ ഒരു പുറത്തേക്കൊരു പേര് പോലും വരാതെ ആ കുട്ടീനെ മാത്രം ക്യാച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള കൗൺസിലേഴ്സിനെ കൊണ്ട് കൗൺസിൽ ചെയ്ത് അവരെ സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ ചെയ്യാനാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ട് കുറച്ച് അറിയുന്ന ആളുകളും കൂടി ആ കമ്മിറ്റിയിൽ വന്നാൽ, ഞാനിപ്പോ AI എന്താന്ന് എങ്ങനെയാന്നൊക്കെ പഠിച്ചത് ഇപ്പൊ സാജി സാറിന്റെ അടുത്ത് പങ്കജ സാറിന്റെ അടുത്തൊക്കെ ബന്ധപ്പെട്ട് സജി സാറല്ല ഇതിനകത്ത് സജി സാറിനെ മാത്രം കമ്മിറ്റിയിൽ വരുന്നതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. സജി സാറ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. എനിക്ക് വേണം, ഞാൻ സജി സാറിനെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഈ AI ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന എനിക്ക് സത്യം പറയാൻ സാറേ എനിക്കൊന്നും അറിയില്ല. ഇത് ആ പുറന്തോട് സാറ് പറഞ്ഞു തന്നിട്ടുള്ള അറിവ് തന്നെ എനിക്കുള്ളൂ, അല്ലാതെ വേറെ എവിടുന്ന് എനിക്കൊരു അറിവ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ കമ്മിറ്റിയിലേക്ക് മെല്ലെ സജി സാറിനെയും കൂടി ഒന്ന് കൊണ്ടുപോയിട്ടാൽ സാറിന് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റുമല്ലോ സാർ. ഓക്കെ, ശരി ശരി, താങ്ക് യു. ഒരുപാട് എല്ലാവർക്കും നന്ദി. പങ്കജ സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. 9:30 അപ്പോ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇപ്പോഴും സജി സാറും പങ്കജ സാറും എനിക്ക് ഇമെയിൽ അഡ്രസ് ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാമോ, അല്ലെങ്കിൽ പറഞ്ഞാലും ഞാൻ ടൈപ്പ് ചെയ്യാം. shantigram@gmail.com. ടീച്ചർക്ക് അറിയാം, ടീച്ചർക്കും സാറിനും അറിയാം. ഞാൻ സാറിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സജി സാറിന്റെ ഇമെയിൽ സജു ITECITEC@gmail.com. ഓക്കെ സാർ, വെക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവർക്കും
ഓക്കെ, ഇനിയുമുള്ള അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. താങ്ക് യു ഷക്കീല മാഡം, താങ്ക് യു. മണിക്കർ സാർ, ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.